നീ ആരടാ ഇത്ര വലിയ മമ്മൂട്ടിയാ? ഈ ഒരു ചോദ്യം നേരിടാത്ത മലയാളികൾ കുറവായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു സ്വല്പം പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ ഒക്കെ പീസുകൾ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവം ഒന്നല്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ കാണുന്നത് മനസ്സിലല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തെ ഒരു പൊങ്ങച്ചക്കാരനായിട്ട് സ്വല്പം അഹങ്കാരിയൊക്കെ ആയിട്ട് തന്നെയാണ്. അത് പല വേദികളിലും അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ പറയാനുള്ളത് നമ്മുടെ വയനാട് സെക്രട്ടറി റഫീഖിനോടാണ്. ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ ഒരു സ്ഥാനത്തേക്ക് ഒരാൾ സാധാരണ എത്തുന്നതല്ല. ഒരു ജില്ലയുടെ മുഴുവൻ സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് ജനങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ വിശ്വാസം നേടി പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തി അതിനുശേഷമാണ് ഒരാൾക്ക് ജില്ലാ സെക്രട്ടറി എന്ന ഉത്തരവാദിത്വമൊക്കെ ലഭിക്കുന്നത്. കേരളത്തെ പോലെ ശക്തമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു സംസ്ഥാനത്ത് ജില്ലാ സെക്രട്ടറി എന്നത് വലിയൊരു ഉത്തരവാദിത്വവും വലിയൊരു പദവിയുമാണ്. ഭരണത്തിൽ ആ പാർട്ടി ഉണ്ടെങ്കിൽ ആ സ്ഥാനം എവിടെയായാലും ബഹുമാനത്തിലും മാന്യതയിലും മുന്നിൽ തന്നെയായിരിക്കും. ഇനി ഭരണമില്ലെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ വയനാട് പോലുള്ള ഈ ദുരന്ത മേഖലയിൽ ചൂരൽമലയിൽ അവിടെ ഇത്രയും വലിയ പ്രകൃതിക്ഷോഭവും ഒക്കെ ഉണ്ടായപ്പോൾ ചളിയിൽ കിടന്നുകൊണ്ട് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ പദവി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സോക്കോൾഡ് മമ്മൂട്ടിയെക്കാട്ടിയും എന്തായാലും ഒരു പകുതി മുകളിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മമ്മൂട്ടിയോടുള്ള ആരാധന ഉണ്ടോ ഇല്ലേ എന്നുള്ളതിലും വേറെ കാര്യം. നിങ്ങൾ അവിടെ മമ്മൂട്ടിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ വഴിയൊരുക്കി കിടക്കാൻ ശ്രമിച്ചത്, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആ മുഖത്ത് തന്നെ മനസ്സിലാവും നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളെയൊക്കെ ഒരു നടനായി മാത്രം കാണുക. അദ്ദേഹം പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പരസ്യങ്ങളൊക്കെ അഭിനയിച്ചതിന് മുന്നേ ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിൻ്റെ സോപ്പിൻ്റെ പരിധിയിൽ അഭിനയിച്ചിട്ട് വെളുക്കുന്നില്ല എന്നൊരാൾ പരാതി കൊടുത്തിട്ട് കോടതിയിൽ കേസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലെവലിലേ ഉള്ളൂ. പിന്നെ ഈ മമ്മൂട്ടിയെ സാധാരണ നമ്മൾ കുറച്ചും കൂടി സാമൂഹിക ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇന്നലെ പറ്റിയ തെറ്റ് മമ്മൂട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് 100-150%. ഓക്കെ.